ഇറാന്റെ മിസൈൽ പരിധിയിൽ ഇപ്പോൾ ലണ്ടനും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലണ്ടൻ നേരത്തെ അല്ലെങ്കിൽ ബ്രിട്ടൻ നേരത്തെ ഈ യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ബ്രിട്ടനും ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടന്റെ തലയ്ക്ക് മുകളിലും ഇറാന്റെ മിസൈലുകൾ പറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ബ്രിട്ടനിലേക്ക് ഇറാന്റെ മിസൈൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലണ്ടനിലേക്ക് ഇറാന്റെ മിസൈൽ വന്നു കഴിഞ്ഞാൽ ലണ്ടൻ അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവയുമായി യുദ്ധത്തിലാണ്. ഇറാന്റെ സൈനിക ശേഷി ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റി. അടുത്തിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് 3700 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യ ദ്വീപിൽ ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. ഇറാന്റെ യഥാർത്ഥ മിസൈൽ ശക്തിയെക്കുറിച്ച് ലോകത്തിന് അപ്പോൾ തന്നെ ഒരു ധാരണ ലഭിച്ചു. ഈ ആക്രമണം ഇറാൻ മുഴുവൻ യൂറോപ്പിലേക്കും അതിനപ്പുറത്തേക്കും മിസൈൽ ആക്രമണം നടത്താൻ കഴിയുമെന്ന് തെളിയിക്കുന്നു. അത് ലണ്ടനിലേക്കും എത്തും. അങ്ങനെ സംഭവിച്ചാൽ ഇറാനിയൻ ആക്രമണത്തിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ ബ്രിട്ടൻ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും സഹായം തേടേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. സ്വയം പ്രതിരോധത്തിനായി ബ്രിട്ടൻ കിഴക്കൻ യൂറോപ്പിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ SM-3 പ്രതിരോധ സംവിധാനത്തെയോ ജർമ്മനി ഉപയോഗിക്കുന്ന പാട്രിയറ്റ് മിസൈലുകളെയോ ലണ്ടന് ആശ്രയിക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ദ്വീപിൽ ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ഈ ദ്വീപ് US-ഉം UK-യും സംയുക്തമായാണ് നിയന്ത്രിക്കുന്നത്. ഇറാനിൽ നിന്ന് 3798 കിലോമീറ്റർ അകലെയുള്ള ഈ ദ്വീപ് മുമ്പ് കണക്കാക്കിയ പരിധിയേക്കാൾ വളരെ അകലെയാണ്. ഇറാന്റെ മിസൈലുകളുടെ പരിധി മുമ്പ് കണക്കാക്കിയതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നാണ് ഈ ആക്രമണം തെളിയിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അമേരിക്ക അടക്കം ഇതിൽ ഞെട്ടിയതാണ്. ഡീഗോ ഗാർഷ്യ ആക്രമിക്കാൻ ഇറാന് സാധിക്കുമെന്ന് അമേരിക്ക വിചാരിച്ചിരുന്നില്ല. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുന്നതിനായി ബ്രിട്ടൻ തങ്ങളുടെ വ്യോമത്താവളത്തിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ US-ന് അനുമതി നൽകിയിരുന്നു. ഇത് വലിയ രീതിയിലുള്ള കോളിളക്കമുണ്ടായി. ബ്രിട്ടീഷ് വ്യോമത്താവളമുള്ള ഡീഗോ ഗാർഷ്യ ദ്വീപിൽ ഇറാൻ മിസൈലുകൾ ഇതിന്റെ പ്രതികാരമായാണ് അവിടെ എയ്തുവിട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ ശക്തി കുറച്ചു കാണരുത് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ അമേരിക്കയോടും UK-യോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.